ഭയാനകമായ നിമിഷങ്ങൾ പെട്ടെന്ന് കൊഴിഞ്ഞു. ഡോക്ടർ രാമറാവു തെല്ലെ പുറത്തേക്ക് മാറി നിന്ന് മോർച്ചറിയുടെ ഗ്ലാസ് ഡോറിനും അപ്പുറത്ത് ഉത്കണ്ഠാഭരിതമായി നിൽക്കുന്ന സഹപ്രവർത്തകരെ ആംഗ്യത്തിൽ വിളിച്ചു. അവർ ഓടി വന്നു. ആശങ്കയോടെ മോർച്ചറിക്കുള്ളിലേക്ക് ഡോക്ടർ രാമറാവു ആ കാഴ്ച അവർക്ക് കാട്ടിക്കൊടുത്തു. അവരൊക്കെയും വല്ലാത്തൊരു ഉൾക്കിടിലത്തോടെ ശ്രദ്ധിച്ചു. ആ വികൃതവും ഭയാനകവുമായ കാഴ്ച എല്ലാവർക്കും തങ്ങളുടെ വൈദ്യശാസ്ത്ര ജീവിതത്തിനിടയിലെ പ്രഥമ കാഴ്ച. ആദ്യ അനുഭവം. 6 ശവശരീരങ്ങളിൽ നിന്നും വല്ലാത്തൊരു തിളച്ചുമറിയൽ പ്രതിഭാസത്തോടെ മുഴകൾ രൂപാന്തരപ്പെടുകയും അഗ്നിപർവ്വതങ്ങളിൽ നിന്നും ലാവ പുറന്തള്ളും മാതിരി പുറത്തേക്ക് വിസർജിക്കപ്പെടുന്ന രക്തത്തിനും ചലത്തിനുമൊപ്പം വെറുപ്പിന്റെ മൂർധന്യത ഉളവാക്കുന്ന പുഴുക്കളുടെ കൂട്ടം. അവയുടെ സംഖ്യ ക്രമാധികമായി വർദ്ധിച്ചു വന്നതോടെ ഈച്ചക്കൂട്ടത്തിന്റെ ഇരമ്പൽ പോലെ നേർത്ത ശബ്ദവും ഉയർന്നു തുടങ്ങി. ഡോക്ടർ രാമറാവുവിനു ചുറ്റും നിൽക്കുന്ന സഹ ഡോക്ടേഴ്സിനെ മാറി മാറി നോക്കി. അവരുടെയൊക്കെ മുഖങ്ങൾ അങ്ങേയറ്റം ഭീതിതമായിരുന്നു. ഓംപുരി തൂണിന് മറവിൽ ഒളിച്ചു നിന്നാണ് ആ കാഴ്ച പിന്നീട് കണ്ടത്. ഇതിനിടെ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ എന്തോ സംഭവിച്ചു എന്നറിഞ്ഞ് അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ അങ്ങോട്ട് ഓടിയെത്തി തുടങ്ങിയിരുന്നു. അവർക്കൊപ്പം ഹാർട്ട് അറ്റാക്കിൽ മരിച്ച ആ 6 പേരുടെ വേണ്ടപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു. പിറ്റേന്ന് പോലീസ് സാന്നിധ്യത്തിൽ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനത്തോടെ അവർ ഹോസ്പിറ്റലിൽ തങ്ങുകയായിരുന്നു. രാത്രിയിലും പുറത്തുനിന്നും അവ്യക്തതയില്ലെങ്കിലും അവരും കണ്ടു ഉള്ളിലെ അമ്പരപ്പുളവാക്കുന്ന ആ പ്രക്രിയ. ആരൊക്കെയോ ഭയന്ന് നിലവിളിച്ചു. ചിലർ തീക്ഷ്ണമായ മനംപുരട്ടിൽ ഓക്കാനിച്ചു. നിമിഷങ്ങൾ. പ്രൊഫസർ രാമറാവു മാത്രയിൽ കർത്തവ്യനിരതനായി. ഡോക്ടർ മൈക്കിൾ, എന്തോ അപൂർവമായൊരു പ്രതിഭാസമാണിത്. പക്ഷെ ആ കൃമികൾ ആയിരക്കണക്കിന് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഉടനടി എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. യെസ് സർ. പക്ഷെ എന്ത് ചെയ്യാനാണ് നമ്മൾ? ഈ 6 ശവശരീരങ്ങളും നാളെ പോലീസ് സർജന്റെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് അവരുടെ റിലേറ്റീവ്സിന് വിട്ടുകൊടുക്കാനുള്ളതല്ലേ? മാത്രമല്ല FIR പോലും തയ്യാറാക്കപ്പെട്ടിട്ടില്ല. എന്തിനും വരുന്ന മോർണിംഗിലല്ലേ പോലീസ് എത്തൂ. ഡോക്ടർ മൈക്കിൾ ജാഗ്രതയോടെ അടക്കത്തിൽ പറഞ്ഞു മേധാവിയോട്. പക്ഷെ ഇനി അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മൈക്കിൾ. ഡോക്ടർ രാമറാവു വിളറിയ മുഖത്തോടെ സംശയം പ്രകടിപ്പിച്ചു. വൈ ഡോക്ടർ? മൈക്കിൾ ഉദ്വിഗ്നനായി. ലുക്ക് മൈക്കിൾ, ജഡങ്ങളിൽ നിന്ന് വിസർജിക്കപ്പെടുന്ന അണുക്കൾ വല്ലാത്തവയാണ്. അത് നമ്മുടെ മോർച്ചറി ഡിസ്ട്രോയ് ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നു മൈക്കിൾ. രാമറാവു തന്റെ ഉൾഭീതി തുറന്ന് വ്യക്തമാക്കി. മാത്രമല്ല മൈക്കിൾ, ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഇനി ആ ശവശരീരങ്ങൾ ശരിയായ പോസ്റ്റ്മോർട്ടത്തിന് കിട്ടുമെന്നും പ്രതീക്ഷിക്കാൻ വയ്യ. കണ്ടില്ലേ, 6 എണ്ണവും പൊട്ടിയൊലിക്കുകയാണ്. ഡോക്ടർ രത്തൻ പറഞ്ഞു. ഇതെങ്ങനെ സംഭവിക്കുന്നു രത്തൻ? ഡോക്ടർ ക്രിസ്റ്റഫർ അടക്കി ചോദിച്ചു അരികിൽ നിൽക്കുന്ന രത്തനോട്. ഐ ഡോണ്ട് നോ ഡോക്ടർ. ഡോക്ടർ രത്നൻ അജ്ഞതയോടെ ആശ്ചര്യത്തോടെ കൈമലർത്തി. ഡിയർ ഫ്രണ്ട്സ്, പെട്ടെന്ന് പ്രൊഫസർ അവരെ മെല്ലെ വിളിച്ചു. അവർ അദ്ദേഹത്തിന് നേർക്ക് തിരിഞ്ഞു. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ചെയ്യേണ്ടത് ഈ പ്രവർത്തനത്തെ തടയുക എന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആറ്റം ബോംബ് സ്ഫോടനത്തെക്കാൾ വലിയ ഭവിഷ്യത്തായിരിക്കാം ഈ ക്രിമികൾ വരുത്തിവെക്കാൻ ഇടയുള്ളതെന്ന് ആര് കണ്ടു? ഡോക്ടർ രാമറാവു വല്ലാതെ വികാരാധീനനായിരുന്നു. ശവശരീരങ്ങളിൽ നിന്ന് ഇപ്പോൾ ആയിരക്കണക്കിന് പുഴുക്കളുടെ മിന്നാമിന്നുന്ന അനക്കവും മൂളക്കവും. പുഴുക്കൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ശബ്ദവും ഉച്ചത്തിലായി. ഡോക്ടേഴ്സ് ഒന്നടങ്കം പരിഭ്രാന്തിയിൽ പരവശരായി. ഞൊടിയിടയിലുള്ള ഏതൊരു നീക്കത്തിനും അവർ അശക്തരായി. മോർച്ചറിക്ക് പുറത്ത് കാഴ്ചക്കാരുടെ എണ്ണം കൂടി. ചിലർ ആദ്യ കാഴ്ചയിലെ നിലവിളിയോടെ തിരിഞ്ഞോടി. ശവശരീരങ്ങൾക്കായി കാത്തിരുന്നവർ പുറത്ത് അലമുറ കൂട്ടി. കുറെ പേർ ഹൃദയം പോലും സ്തംഭിച്ച മട്ടിൽ അകത്തെ കാഴ്ച കണ്ട് നടുങ്ങി നിന്നു. അറ്റൻഡർ ഓംപുരി ശവശരീരങ്ങളിലേക്കും പുറത്തു കൂടി നിൽക്കുന്നവരെയും മാറി മാറി നോക്കി തൂണിൽ പിടിച്ചു നിന്നു. ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ അന്തിച്ചു നിന്നിട്ട് കാര്യമില്ല. ആ കൃമികളെ എത്രയും വേഗത്തിൽ ഉന്മൂലനം ചെയ്തില്ലെങ്കിൽ അവ ഇവിടെ മാത്രമല്ല ഹോസ്പിറ്റൽ മുഴുവൻ വ്യാപിക്കും. അത്രത്തോളാണ് അതുങ്ങളുടെ ഉത്ഭവം. രാമറാവു മുന്നറിയിപ്പ് പോലെ ഓർമ്മിപ്പിച്ചു. ഒരുപക്ഷെ സാറ്, ഈ അണുക്കൾ അതിഭയങ്കര രോഗാണുക്കളാവാനും ഇടയില്ലേ? ഡോക്ടർ സവർക്കർ അഭിപ്രായപ്പെട്ടു. യെസ് യെസ് സർവർക്കർ. പ്രൊഫസർ തിടുക്കത്തിൽ ശിരസ് ചലിപ്പിച്ചു.
പിന്നെ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും മൊബൈൽ എടുത്തു. ഏതൊക്കെയോ നമ്പറിൽ അതിവേഗത്തിൽ വിരലമർത്തി. വാഷിംഗ്ടൺ സിറ്റി പോലീസ് കമ്മീഷണർ ജയപ്രകാശ് ഗുപ്തയെ ലൈനിൽ കിട്ടി. പ്രൊഫസർ രാമറാവു നടുക്കുന്ന മോർച്ചറിയിലെ രംഗം ഗുപ്തയെ ധരിപ്പിച്ചു. ഡയറക്ടർ ഡിസോസയെ വിളിച്ചിട്ട് ലൈനിൽ കിട്ടിയില്ല. കമ്മീഷണർ ഉടൻ സ്ഥലത്തെത്താമെന്ന് പ്രൊഫസർക്ക് വാക്കുകൊടുത്തു ഫോണിൽ. ഈ വേളയിൽ ഡോക്ടർ രക്തന് തന്റെ കോട്ടിനുള്ളിൽ എന്തോ ചെറിയ ഒന്ന് ഇഴയുന്നത് പോലെ അസ്വസ്ഥത തോന്നി. ആദ്യം അത് വകവെച്ചില്ലെങ്കിലും നെഞ്ചിന് താഴെ ആഴത്തിലായി സൂചി കുത്തിയിറക്കുന്നത് പോലെ ഒരു കഠിന നൊമ്പരമുണ്ടായപ്പോൾ ഡോക്ടർ വലത് കൈ കൊണ്ട് കൂട്ടിനുള്ളിലിട്ട് വേദന ഉണ്ടായ ഭാഗത്ത് അമർത്തി തടവി. കൈവിരൽ കൊഴുപ്പുള്ള തണുപ്പേറിയ എന്തോ തടഞ്ഞു. ഡോക്ടർ അതിനെ പുറത്തെടുത്തു. ഏ ഡോക്ടർ രക്തൻ നടുങ്ങിപ്പോയി. ശവശരീരങ്ങളിൽ നിന്നും വിസർജിച്ച് കൊണ്ടിരുന്ന അനേകായിരം പുഴുക്കളിൽ ഒരെണ്ണം. അത് രത്തന്റെ നെഞ്ചിൽ തന്റെ പല്ലുകൾ താഴ്ത്തിയിരിക്കുന്നു. ഛേ ഡെവിൾ! രത്തൻ ദേഷ്യത്തിൽ പിറുപിറുത്തു. എന്താ രത്തൻ? പ്രൊഫസർ അമ്പരപ്പിൽ രത്തനെ നോക്കി. കൂട്ടത്തിൽ നിന്നവരും. അതിലൊരു പിശാച്ച് എന്റെ ദേഹത്ത് കയറി എന്നെ കടിച്ചു. ബ്ലഡി ഡെവിൾ! ഡോക്ടർ രത്തൻ കയ്യിലിരുന്ന ക്രമിയെ നിലത്ത് ബൂട്ടിനടിയിലിട്ട് ചവിട്ടി ഞെരിച്ചു. സർ, പോലീസ് എത്തും വരെ നമുക്ക് പുറത്തിറങ്ങി നിൽക്കാം. അല്ലെങ്കിൽ ചിലപ്പോ എല്ലാവരുടെയും മേൽ അവ കയറിയാലോ? ഡോക്ടർ രത്തൻ തനിൽ മാത്രയ്ക്കുണ്ടായ ഒരു പരിഭ്രമത്തോടെയാണ് ആ നിർദ്ദേശം പ്രൊഫസറുടെ അടുക്കൽ പറഞ്ഞത്. ഓക്കെ ഓക്കെ, പ്രൊഫസർക്കും തോന്നി അത് നല്ലതാണെന്ന്. ഓംപുരി, രാമറാവ് വിളിച്ചു. എന്തോ? വിരലോടെ ഓടി വന്നു അയാൾ. പ്രൊഫസർ മോർച്ചറിക്ക് പുറത്തേക്ക് നടന്നു. അനുധാവനം ചെയ്ത് സഹപ്രവർത്തകരും ഓംപുരിയും. ഏറ്റവും പിന്നിൽ അയാളായിരുന്നു ഡോക്ടർ രത്തൻ. നടക്കാൻ തുടങ്ങും മുമ്പ് ഡോക്ടർ രത്തൻ പിന്നോട്ട് തിരിഞ്ഞ് പുഴുക്കളുടെ വിസർജ്യ കേന്ദ്രങ്ങളായ ആ 6 ശവശരീരങ്ങളെ ചുളിഞ്ഞ മുഖത്തോടെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. പിന്നെ മുന്നോട്ട് വേഗത്തിൽ നടന്നു. പക്ഷെ വാതിൽക്കിൽ എത്തും മുമ്പ് ഡോക്ടർ രത്തൻ ഭയാനകമായ ഒരു ആർത്തനാദത്തോടെ നിലത്തേക്ക് കുഴഞ്ഞു വീണു. ഡോക്ടർ രത്തൻ! പ്രൊഫസർ അടക്കമുള്ളവർ ഞെട്ടലോടെ വെട്ടിത്തിരിഞ്ഞു. നോക്കിയപ്പോൾ ഡോക്ടർ രത്തൻ അതാ മാർബിൾ തറയിൽ കിടന്ന് പിടയുന്നു. ഏയ് രത്തൻ! അവർ 3-4 പേർ ഓടിയെത്തി ഡോക്ടർ രത്തനെ താങ്ങി. ഡോക്ടർ രത്തൻ, വാട്ട് ഹാപ്പൻ? പ്രൊഫസർ അത്യുത്കണ്ഠയോടെ ചോദിച്ചു. എന്താ എന്താ രത്തൻ? സുഹൃത്തുക്കൾ ആരൊക്കെയോ ആപത്ശങ്കയോടെ തിരക്കി. ഡോക്ടർ രത്തൻ തന്റെ തന്റെ തളർച്ച ബാധിച്ച പാതി അടഞ്ഞ കണ്ണുകൾ പരമാവധി തുറന്നു പിടിച്ച് സഹപ്രവർത്തകരെ ആകമാനം ഒരുമിച്ച് നോക്കി. രത്തൻ, എന്താ എന്താടോ? അയാളുടെ ദയനീയ ഭാവം കണ്ട് പ്രൊഫസർ വിളറി. സർ, ആ ശവശരീരത്തിൽ നിന്ന് പുറത്തു ചാടുന്നത് വെറും കൃമികളല്ല. നമ്മൾ സംശയിച്ചതുപോലെ അത്യന്തം ഡേഞ്ചറസ് ആയ അണുജീവികളാണ്. അതിലൊന്നാണ് എന്നെ തൊട്ടത്. ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിനി ജീവിതമില്ല, ഡോക്ടർ രത്തൻ വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞു. അത് കേട്ടവരൊക്കെ ഞെട്ടി. അവർ അയാളെ അമ്പരപ്പോടെ നോക്കി. രത്തൻ, താങ്കൾക്കൊന്നുമില്ല. ഡോക്ടർ ഭയന്ന് നിന്നപ്പോഴാണ് ആ കൃമികളിൽ ഒന്ന് താങ്കളെ കടിച്ചത്. അതുമൂലം മനസ്സിൽ തോന്നിക്കുന്നതാ ഇതൊക്കെ. കൂൾ ഡൗൺ, കൂൾ ഡൗൺ. ഡോക്ടർ മൈക്കിൾ സമാശ്വസിക്കും പോലെ രത്തനെ പതുക്കെ തഴുകി. നെവർ മൈക്കിൾ, നെവർ. എന്റെ മരണം എനിക്ക് ഉറപ്പിക്കുവാൻ കഴിയുന്നു. എന്റെ ഹൃദയം ഇപ്പോ 2 ഭാഗങ്ങളായി വിഘടിച്ചു മാറുന്നത് ഞാൻ അനുഭവിച്ചറിയുന്നു. രത്തൻ അവരുടെ കൈകളിൽ കിടന്ന് മരണവെപ്രാളത്തിൽ പിടഞ്ഞുകൊണ്ടിരുന്നു. പ്രൊഫസർ! ഡോക്ടർ രത്തന്റെ നാഡീമിടിപ്പ് കൂടി പരിശോധിച്ചപ്പോൾ ഡോക്ടർ മൈക്കിൾ വിളറിയ മുഖത്തോടെ രാമറാവുവിനെ നോക്കി. മൈക്കിൾ! നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ പ്രൊഫസർ നിലവിളിയുടെ സ്വരത്തിൽ വിളിച്ചു. പ്രൊഫസർ! മൃതപ്രായനായ ഡോക്ടർ രത്തൻ പതിയെ വിളിച്ചു. രത്തൻ, മൈ ഡിയർ സൺ. പ്രൊഫസർ വാത്സല്യത്തോടെ രത്തന്റെ കരം കവർന്നു. ഈ അണുക്കൾ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ നീചമായ ആരുടെയോ കണ്ടുപിടുത്തമാണ് പ്രൊഫസർ. ഈ അണുക്കളായിരിക്കണം ഇനി ഈ ലോകത്തിന്റെ നാശത്തിന് വഴിയൊരുക്കുന്നത്. വീറ്റുകളുടെ ദംശനമേറ്റാൽ മനുഷ്യൻ സെക്കൻഡുകൾക്കുള്ളിൽ. പറഞ്ഞു പൂർത്തിയാക്കിയില്ല ഡോക്ടർ രത്തൻ. അയാൾ ഒരൊറ്റ പിടച്ചിലിൽ നിശ്ചലനായി. രത്തൻ! പ്രൊഫസർ കുഞ്ഞുങ്ങളെ കണക്ക് കരഞ്ഞുപോയി. ആ നിമിഷത്തിലാണ് ഡോക്ടർ മൈക്കിൾ മറ്റൊരു നടുക്കുന്ന കാഴ്ച കണ്ടത്. തറയിലൂടെ തങ്ങൾക്കടുത്തേക്ക് അതിശീഘ്രം ഇഴഞ്ഞെത്തുന്ന ആയിരക്കണക്കിന് കൃമികൾ.
അയാളുടെ മനസ്സ് പെട്ടെന്ന് ജാഗരൂകമായി. ഉള്ളിൽ മരണത്തിന്റെ പെരുമ്പറ മുഴങ്ങി. പ്രൊഫസർ, ഓംപുരി, എല്ലാവരും പുറത്തേക്ക് ഓടിക്കോ! ഡോക്ടർ മൈക്കിൾ മരണഭീതിയോടെ ചുറ്റുമുണ്ടായിരുന്നവരെ നോക്കി അലറി വിളിച്ചു. പിന്നെ ഡോക്ടർ രത്തന്റെ ജഡവും വലിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി ഓടി. പിന്നാലെ ഓംപുരിയും രാമറാവുവും അടക്കമുള്ള അവർ. ഈ കാഴ്ച കണ്ട് വാതിൽക്കൽ കൂടി നിന്ന് ഒരാളൊഴിച്ച് സകലരും ജീവനും കൊണ്ട് നിലവിളിയോടെ ഓടി. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് നീരജ തമ്പി. അവൾ അവിടെ കിടന്ന ഒരു പഴയ തടി സ്റ്റൂളിൽ കയറി നിന്ന് അവിടുത്തെ മുഴുവൻ കാഴ്ചകളും തന്റെ വീഡിയോ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരുന്നു. അപ്പോഴും അവൾ ഓംപുരി ഈ അണുജീവികളെ കണ്ട നിമിഷം മുതൽ മോർച്ചറിക്ക് മുന്നിൽ അയാൾ അറിയാതെ ഒരു അലമാരയ്ക്ക് പിന്നിൽ ഒളിച്ചു നിൽപ്പുണ്ടായിരുന്നു. മസ്ത ഹോസ്പിറ്റൽ മോർച്ചറിക്ക് മുന്നിൽ ആരുടെയൊക്കെയോ നിലവിളികൾ കൂട്ടമായി മുഴങ്ങിക്കൊണ്ടിരുന്നു. എല്ലാവരും അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടിട്ടും നീരജ തമ്പി മോർച്ചറിയുടെ വാതിൽക്കിലേക്ക് പാഞ്ഞെടുക്കുന്ന ആയിരക്കണക്കിന് പുഴുക്കളിലേക്ക് ക്യാമറ കേന്ദ്രീകരിച്ചു നിന്നു. ഇടയ്ക്ക് മാറിടങ്ങൾക്ക് താഴെ എന്തോ ഒന്ന് ഇഴയുന്ന പോലെ നീരജയ്ക്ക് തോന്നി. നീരജ ക്യാമറ ഇടം കൈയിലേക്ക് മാറ്റി വലതുകൈ ബ്രേസിയറിനുള്ളിലൂടെ താഴേക്ക് താഴ്ത്തി. മാറിടങ്ങൾക്ക് നടുവിലെ നഗ്നതയിൽ ഏതിലോ ഒന്നിൽ പിടികിട്ടി. കൈവിരലുകളിൽ വല്ലാത്ത കൊഴുപ്പ്, തണുപ്പ്, രക്തത്തിന്റെ രൂക്ഷഗന്ധം, മരണത്തിന്റെ ഗന്ധം, ശവങ്ങളുടെ ഗന്ധം. ആ! അടുത്ത നിമിഷം നീരജ തമ്പി അലറിക്കരഞ്ഞു. മസ്ത ഹോസ്പിറ്റലിന്റെ ചുമരുകളിൽ തട്ടി അത് പലതായി പ്രതിധ്വനിച്ചു. മോർച്ചറിക്കുള്ളിൽ ലക്ഷക്കണക്കിന് കൃമികളുടെ കൂട്ട ഇരമ്പൽ. കോറിഡോറിൽ വേറെ ആരുടെയൊക്കെയോ നിലവിളികൾ. വാഷിംഗ്ടണിലെ അടുത്ത പ്രഭാതം. അന്ന് ന്യൂയോർക്ക് ടൈംസ് പുറത്തിറങ്ങിയത് ടൈംസിന്റെ അതിസമർത്ഥയും ധൈര്യശാലിയുമായ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് നീരജ തമ്പിയുടെ മനുഷ്യ മസ്തിഷ്കങ്ങളെ മരവിപ്പിക്കുന്നതും ഇന്ദ്രിയങ്ങളെ ഘനീഭവിപ്പിക്കുന്നതുമായ ആ അസാധാരണ വാർത്തയുമായിട്ടാണ്. റോസ് വ്യൂ ആർക്കേഡിന് മുന്നിലെ ഭീകര മനുഷ്യന്റെ പ്രത്യക്ഷപ്പെടലും അതേ തുടർന്നുണ്ടായ 6 മനുഷ്യരുടെ അസാധാരണ മരണത്തെക്കുറിച്ചും മസ്ത ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ ഉണ്ടായിരുന്ന അവരുടെ ശവശരീരങ്ങളിൽ നിന്നും വിഷബാധയുള്ള അണുക്കൾ പ്രസരിച്ചതും അതിൽ ഒന്നിന്റെ ദംശനമേറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ രത്തൻ നൊടിയിടയിൽ മരണപ്പെട്ടതും പിന്നീട് സിറ്റി പോലീസ് കമ്മീഷണർ ജയപ്രകാശ് ഗുപ്തയുടെ നേതൃത്വത്തിൽ പോലീസിന്റെയും ഫയർഫോഴ്സ് വിഭാഗത്തിന്റെയും ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെയും സംഘടിതമായ തീവ്ര പരിശ്രമത്തിലൂടെ അണുജീവികളെ ഒന്നടങ്കം ശവശരീരങ്ങൾക്കൊപ്പം പെട്രോൾ ഒഴിച്ച് കത്തിച്ച് നിർമ്മാർജ്ജനം ചെയ്തതുമടക്കമുള്ള അമ്പരപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായ വാർത്ത. ഈ ചരിത്രകരമായ വാർത്ത പത്രത്തിന്റെ മുഖപേജിൽ മുകൾ ഭാഗത്ത് 8 കോളങ്ങളിൽ സ്ഥാനം പിടിച്ചപ്പോൾ താഴെ നടുക്കുന്ന മറ്റൊരെണ്ണം. മസ്ത ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ഡിസൂസയുടെ ഏക മകൾ സാനിയയെ വീട്ടിൽ നടന്ന ആഘോഷവേളയ്ക്കിടയിൽ കാണാതായെന്ന്. 2 വാർത്തകളും പത്രങ്ങൾക്ക് ചാകരയായി. എങ്കിലും വാർത്തകളുടെ വിശദാംശങ്ങൾ പൂർണ്ണമായും കവർ ചെയ്ത ന്യൂയോർക്ക് ടൈംസ് എങ്ങും ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു. അത്യന്തം ജിജ്ഞാസാഭരിതമായ ജനങ്ങൾ ന്യൂയോർക്ക് ടൈംസിനായി പത്രം ഓഫീസിന് മുന്നിൽ പോലും എത്തി. വീണ്ടും പത്രം അടിക്കുന്നതിന് എഡിറ്റർ നിർബന്ധിതനായി. ജേർണലിസ്റ്റ് നീരജ തമ്പി ഒരിക്കൽ കൂടി വാഷിംഗ്ടണിൽ ശ്രദ്ധേയമായി. രാത്രി 1:30 മണി സമയത്താണ്. വീട്ടിലെ ആഘോഷവേളക്കിടയിൽ മകളെ പെട്ടെന്ന് കാണാതായി എന്നറിയിച്ച് ഡോക്ടർ ഡിസൂസയും പത്നിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങിയ സംഘം വാഷിംഗ്ടൺ പോലീസ് കമ്മീഷണർ ഓഫീസിൽ പരാതിയുമായി എത്തുന്നത്. ഈ സമയം കമ്മീഷണർ അടക്കമുള്ളവർ മസ്ത ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ നിറഞ്ഞുകൊണ്ടിരുന്ന ഉഗ്രവിഷമേറിയ ലക്ഷക്കണക്കിനുള്ള പുഴുക്കളെ അതിസാഹസികമായി പെട്രോളും തീയും ഉപയോഗിച്ച് ഉന്മൂലനം ചെയ്യാനുള്ള ആപത്കരമായ തത്രപ്പാടിലായിരുന്നു. 6 ശവശരീരങ്ങളിൽ നിന്നും ഒരേ സമയം പുറത്തേക്ക് നിർഗളിച്ചു കൊണ്ടിരുന്ന എണ്ണമറ്റ അതിഭയങ്കരന്മാരായ മനുഷ്യ ജീവനാശ അണുക്കളെ ദംശനമേൽക്കാതെ നശിപ്പിക്കുക എന്നത് തികച്ചും അസാധ്യകരവും ജീവാപായം ഏറിയതുമായ ഒരു പ്രവൃത്തി തന്നെയായിരുന്നു. 1000-ലധികമുള്ള ആയുധധാരികളായ തീവ്രവാദികളെ ദേശസ്നേഹികളായ 100 പട്ടാളക്കാർ ഒറ്റക്കെട്ടായി ജീവൻ മരണ പോരാട്ടത്തിലൂടെ തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്നത് പോലുള്ള ഒരു അസാധാരണ കമാൻഡോ ഓപ്പറേഷൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന സംഗതി. കാരണം അതിലൊരെണ്ണത്തിന്റെ ദംശനമേറ്റ് സെക്കൻഡുകൾക്കുള്ളിലാണ് വൈദ്യശാസ്ത്രത്തിന്റെ അഭിമാനമായിരുന്ന ഡോക്ടർ രത്തൻ മരണമടഞ്ഞത്. അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനുള്ള കരുതലോടെയുള്ള നീക്കം തികച്ചും ഓപ്പറേഷന്റെ സാധ്യത തന്നെ ഉളവാക്കി. മോർച്ചറിയിൽ ആകമാനം പെരുകിയ ഈ വികൃതമായ പുഴുക്കൂട്ടം ചുറ്റും സ്ട്രക്ചറിൽ കിടക്കുന്ന ശവശരീരങ്ങളിലേക്കും ഇഴഞ്ഞു കയറാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു.
എന്നിട്ടും അവർ വല്ല വിധത്തിലും അവകളെ തിരഞ്ഞു പിടിച്ച് അഗ്നിയിൽ കൊന്നൊടുക്കി. അതിൽ നിന്നുള്ള പുകയേറ്റപ്പോൾ പലർക്കും മനം പുരട്ടിലും കണ്ണിലും മുഖത്തും നീറ്റലും അനുഭവപ്പെട്ടു. അഗ്നിയിൽ ശവശരീരത്തിൽ ഒന്നിന്റെ തലച്ചോർ ചിന്നിച്ചിതറിയപ്പോൾ അതിൽ നിന്ന് പുഴുക്കൾ ചുറ്റിനും തെറിച്ചു. അറപ്പും വെറുപ്പും ഉളവാക്കുന്ന കാഴ്ച. ഒരു സ്ത്രീ ജഡത്തിന്റെ വയർഭാഗം ചൂടിൽ വെന്തു പൊട്ടി. അതിനുള്ളിൽ നിന്നും രക്തവും ചലവും പൂക്കുറ്റി പോലെ അതിലേക്ക് ചീറ്റി ഉയർന്നു. അസ്ഥികൾ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി. ഐസ് ജലത്തിൽ ലയിക്കുന്നത് പോലെ മാത്രയ്ക്ക് അഗ്നിയിൽ കത്തിയമരുകയായിരുന്നു. നേരത്തെ ഒരു പൊട്ടൽ ശബ്ദം പോലും പുറപ്പെട്ടില്ല. മോർച്ചറിക്ക് വെളിയിലെ തുറസായ സ്ഥലത്ത് വെച്ചാണ് ശവശരീരങ്ങൾ ആറും ദഹിപ്പിച്ചത്. ഈ ഉദ്യമത്തിന് മുമ്പ് കമ്മീഷണർ ജയപ്രകാശ് ഗുപ്ത ജേർണലിസ്റ്റ് നീരജ തമ്പിയെ കണ്ട് 6 ജനങ്ങളുടെ വ്യക്തമായ പല പോസുകളിലുള്ള ഫോട്ടോഗ്രാഫുകൾ എടുപ്പിച്ചു. തന്റെ ദേഹത്ത് കയറിക്കൂടിയ ആ നശീകരണ ജീവിയിൽ നിന്ന് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നീരജ രക്ഷപ്പെട്ടത്. അത് അവളുടെ മാറിടത്തിൽ വിഷക്കൊമ്പ് താഴ്ത്തും മുമ്പേ അവൾ ഇതിനെ മരണവിപ്രാളത്തിൽ പറിച്ചെടുത്ത് ദൂരെ കളയുകയായിരുന്നു. ഫോട്ടോഗ്രാഫുകൾ തയ്യാറാക്കിയ ഉടൻ കമ്മീഷണർ വിദഗ്ധ നിർദ്ദേശത്തിന് മേലധികാരികളുമായി ഫോണിൽ ബന്ധപ്പെട്ടു. 6 ശവശരീരങ്ങളും ഉടനടി നശിപ്പിച്ചില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വൻ വിപത്ത് ഉണ്ടാക്കിയേക്കും എന്ന് കടുത്ത ആശങ്കയോടെ ശഠിച്ചു പറഞ്ഞു കമ്മീഷണർ. വിവരങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം പോലീസ് മേധാവികൾ മരിച്ചവരുടെ ബന്ധുക്കളുമായി സംസാരിച്ച് ഉചിത തീരുമാനത്തിലെത്തി വേണ്ടത് ചെയ്യാൻ ഉത്തരവ് നൽകി കമ്മീഷണർ ജയപ്രകാശ് ഗുപ്തയ്ക്ക്. കമ്മീഷണർ അത് പ്രകാരം മരിച്ചവരുടെ ബന്ധുക്കളുമായി ഗൗരവപരമായി ചർച്ച ചെയ്ത് ഈ വിഷയത്തെക്കുറിച്ച് ശവശരീരങ്ങൾ കത്തിച്ച അണുക്കളെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ എതിർപ്പില്ലെന്ന് അവർ രേഖാമൂലം സമ്മതപത്രം നൽകി പോലീസിന്. അങ്ങനെയാണ് ഏറെ പ്രയാസകരമായ ആ അണുദഹിപ്പിക്കൽ ചടങ്ങ് നടന്നത്. അതിനുശേഷം ഡോക്ടർ രത്തന്റെ ജഡം പ്രത്യേകമായി നിരീക്ഷണത്തോടെ ഐസിയുവിന്റെ വലതുവശത്തെ മുറിയിലെ സ്പെഷ്യൽ ഫ്രീസറിൽ സുരക്ഷിതമായി അടച്ചു. ഇത്രയും ആയപ്പോഴേക്കും ഡോക്ടർ രാമറാവു അടക്കമുള്ള ഡോക്ടേഴ്സും ഹോസ്പിറ്റൽ സ്റ്റാഫും ഒക്കെ മാനസികമായും ശാരീരികമായും ആകെ തളർന്നിരുന്നു. അവർ ഒന്നടങ്കം കടുത്ത മാനസിക വ്യതയോടെ വീണ്ടും കോൺഫറൻസ് ഹാളിൽ ഒത്തുചേർന്നു. ഡോക്ടർ രത്തന്റെ പെട്ടെന്നുള്ള മരണമാണ് ഏവരെയും ഏറ്റവും അധികം വ്യസനിപ്പിച്ച ഘടകം. അവർക്കൊപ്പം കമ്മീഷണർ ജയപ്രകാശ് ഗുപ്തയും ജേർണലിസ്റ്റ് നീരജ തമ്പിയും ഉണ്ടായിരുന്നു. അവരുടെ ദുഃഖത്തിലും നടുക്കത്തിലും പങ്കുചേർന്നുകൊണ്ട്. സമയം 1:45. പുറത്ത് രാത്രി അതിഭീകരതയോടെ വല്ലാതെ വളർന്നിരുന്നു. അപ്പോഴത്തെ വിജനതയ്ക്കും മൗനത്തിനും മരണത്തിന്റെ ഭാവമുണ്ടായിരുന്നു. നേർത്ത വീശിയ കാറ്റിന് ശവങ്ങളുടെ മനസ്സുമടുപ്പിക്കുന്ന രൂക്ഷ ദുർഗന്ധവും. ഈ നേരത്താണ് ഹൃദയഭേദകമായ അടുത്ത വാർത്തയുമായി ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ഡിസൂസയുടെയും ബന്ധുക്കളുടെയും അങ്ങോട്ടുള്ള ആഗമനം. സാനിയയെ വീട്ടിൽ നടന്ന ഫംഗ്ഷനിടെ കാണാതായിരിക്കുന്നു. ഈസ് ഇറ്റ് ട്രൂ? ഗുപ്ത നടുക്കത്തിൽ ഡോക്ടർ ഡിസൂസയെ നോക്കി. യെസ് സർ. ഡോക്ടർ ദുഃഖഭാരത്താൽ തളർന്ന അവശനായി ചെയറിലേക്കിരുന്നു. ജേർണലിസ്റ്റ് നീരജ തമ്പിയും ഹാളിലുണ്ടായിരുന്ന ഹോസ്പിറ്റൽ സ്റ്റാഫിനും ഷോക്കിനുമേൽ ഷോക്കായി. അവർ അവിശ്വസനീയതയിൽ ഡോക്ടറെ തന്നെ ഉറ്റുനോക്കി. ഡോക്ടർ രക്തനും നമ്മുടെ ഇടയിൽ നിന്ന്. ഡോക്ടർ ഡിസൂസ മരിച്ച രക്തനെ ഓർത്ത് കണ്ണിറച്ചു. ആരും ഒന്നും ശബ്ദിച്ചില്ല. മുഴുവൻ പേരുടെയും മുഖം അപ്പോൾ വെളുത്ത ലില്ലിപ്പൂക്കൾ പോലെ വിളറിയിരുന്നു. നിമിഷങ്ങൾ നിശബ്ദതയിൽ കടന്നുപോയി. നീരജ തമ്പി വാച്ചിൽ ശ്രദ്ധിച്ചു. 2 മണി. താൻ ഓഫീസിൽ എത്താമെന്ന് വിളിച്ചു പറഞ്ഞ സമയമായിരിക്കുന്നു. ഇനി ഇപ്പോ പുറപ്പെട്ടാൽ തന്നെ എഡിറ്റർക്ക് വാക്ക് കൊടുത്ത ടൈമിൽ നിന്നും 20 മിനിറ്റ് ലേറ്റ്. സർ, ഞാൻ ആഫ്റ്റർനൂണിന് ഫോട്ടോസുമായി താങ്കളുടെ ഓഫീസിലെത്താം. പോലീസ് കമ്മീഷണറെ നോക്കി അടക്കത്തിൽ പറഞ്ഞിട്ട് ഷോൾഡർ ബാഗിലേക്ക് ക്യാമറ തിരുകി അവൾ തിടുക്കത്തിൽ പുറത്തേക്ക് ഓടി. ലിഫ്റ്റിൽ താഴേക്ക് പോകുമ്പോൾ പത്രക്കാരും ടിവിക്കാരും ഒരു ഉഗ്രൻ സെൻസേഷൻ ന്യൂസിനുള്ള സാധ്യത മനസ്സിൽ കണ്ടു മുകളിലേക്ക് കോണിപ്പടികൾ ആർത്തിയോടെ ഓടിക്കയറുന്നത് കണ്ടു. പലരും തന്റെ സുഹൃത്തുക്കൾ, പരിചയക്കാർ. അവരൊക്കെ ഇപ്പോഴാണ് മസ്തയിലെ അസാധാരണമായ സംഭവ വികാസങ്ങൾ അറിഞ്ഞതെന്ന് തോന്നുന്നു. നീരജ തമ്പി ലിഫ്റ്റ് വിട്ട് റിസപ്ഷന് മുന്നിലൂടെ വെടിയേറ്റ പോലെ പുറത്തേക്ക് പാഞ്ഞു. കാറിൽ കയറി ന്യൂയോർക്ക് ടൈംസിലേക്കുള്ള പറക്കലായിരുന്നു പിന്നെ. അമിത വേഗതയിൽ വണ്ടി പലയിടത്തും പാളി. ഭയമോ ഉത്കണ്ഠയോ തോന്നിയില്ല. ആക്സിലേറ്റർ മനസ്സിന്റെ വേഗതയ്ക്കനുസരിച്ച് ഞെരിച്ചു. അവൾ ചെല്ലുമ്പോൾ എഡിറ്റർ മോപ്പാസംഗും പ്രസിലെ ജീവനക്കാരും മറ്റ് നൈറ്റ് ഡ്യൂട്ടിക്കുമുള്ള സ്റ്റാഫുകളും ഒക്കെ അക്ഷമയോടെ നീരജയെ പ്രതീക്ഷിച്ച്
ന്യൂയോർക്ക് ടൈംസിന്റെ വരാന്തയിൽ വിളറി പിടിച്ചു നിൽപ്പുണ്ട്. മസ്ത ഹോസ്പിറ്റലിൽ ജയപ്രകാശ് ഗുപ്തയും സംഘവും എത്തിയപ്പോഴാണ് നീരജ തമ്പി കോൾ തന്റെ പത്രം ഓഫീസിലേക്ക് പോയത്. ഇന്ന് എന്തു തന്നെ വാർത്തയുണ്ടായാലും ഫ്രണ്ട് പേജ് ഫുള്ളായി തനിക്ക് വേണമെന്നും കൃത്യം 2 മണി വെളുപ്പിന് താൻ അതിലേക്കുള്ള വാർത്തയുമായി എത്തുമെന്നും എഡിറ്ററോട് ചുരുക്കി പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. വാർത്ത എന്തെന്നോ എവിടെ നിന്നാണ് വിളിക്കുന്നതെന്നോ അവൾ പറഞ്ഞില്ല. എഡിറ്റർ തിരിച്ചു വിളിച്ചപ്പോൾ നീരജയുടെ മൊബൈൽ സ്വിച്ച് ഓഫ്. എന്നാലും എഡിറ്റർക്ക് അവളുടെ ഫോൺ സന്ദേശം നിരസിക്കാനായില്ല. കാരണം മാനേജ്മെന്റിന് ഏറെ താല്പര്യമുള്ള കക്ഷിയാണ് നീരജ തമ്പി. നീരജ മുമ്പ് കൊടുത്ത ന്യൂസുകളൊക്കെ തന്നെ പത്രത്തിന്റെ പ്രചാരം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ളവയായിരുന്നു. അതുകൊണ്ട് നീരജയ്ക്ക് ന്യൂയോർക്ക് ടൈംസിൽ വളരെയധികം സ്വാതന്ത്ര്യവുമുണ്ട്. മറ്റുള്ളവരെ അപേക്ഷിച്ച് അവൾ ആവശ്യത്തിലധികം ശമ്പളവും കൈപ്പറ്റുന്നുണ്ട്. എഡിറ്റർ മുഖപേജിൽ കൊടുക്കാൻ വെച്ചതൊക്കെ അപ്പൊ തന്നെ മാറ്റിവെച്ചിട്ട് നീരജയ്ക്കായി കാത്തിരിക്കുകയാണ്. സാധാരണ 1:45 പത്രം അടിച്ചു തുടങ്ങും. പക്ഷെ പറഞ്ഞ സമയം 20 മിനിറ്റ് അതിക്രമിച്ചിട്ടും നീരജയെ കാണാഞ്ഞ് എഡിറ്റർ അസ്വസ്ഥനായി. ജീവനക്കാരും മെനക്കെടുകയാണ് ജോലി തുടങ്ങുവാനാവാതെ. ഈ ഉത്കണ്ഠ സഹിക്കവയ്യാതായപ്പോഴാണ് എഡിറ്റർ അടക്കമുള്ളവർ പുറത്തിറങ്ങി കാത്തുനിന്നത്. നീരജ തമ്പിയുടെ കാർ ഓഫീസ് മുറ്റത്ത് ഒരസ്ത്രം കണക്കെ പാഞ്ഞു വന്ന് നിന്നതും എഡിറ്റർ ഓടിച്ചെന്ന് ഉദ്യോഗത്തോടെ കാറിനരികിലേക്ക്. നീരജ, അദ്ദേഹം അക്ഷമയോടെ വിളിച്ചു. കമോൺ സർ. നീരജ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ബാഗും എടുത്ത് എഞ്ചിൻ പോലും ഓഫ് ചെയ്യാൻ കൂട്ടാക്കാതെ അകത്ത് തന്റെ ക്യാബിനിലേക്ക് ഓടി. പിന്നാലെ എഡിറ്ററും അടക്കാനാവാത്ത ജിജ്ഞാസയോടെ മറ്റുള്ളവരും. ക്യാബിനിൽ കയറിയതും നീരജ തന്റെ കമ്പ്യൂട്ടർ പ്രവർത്തനക്ഷമമാക്കി. ബാഗിൽ നിന്നും വീഡിയോ ക്യാമറ എടുത്ത് ഓൺ ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തു. നിമിഷങ്ങൾ. അതിൽ മസ്ത ഹോസ്പിറ്റലിലെ അസാധാരണ ദൃശ്യങ്ങൾ ഒന്നൊന്നായി തെളിഞ്ഞു. മൈ ഗോഡ്! എഡിറ്റർ ഞെട്ടലിൽ കണ്ണുമിഴിച്ചു. അതിലെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ട് മറ്റുള്ളവർക്കൊന്നും ഞെട്ടാൻ പോലും സാധിച്ചില്ല. നടുങ്ങി തരിച്ചു നിന്നുപോയി. എന്നാൽ ആദ്യത്തെ നടുക്കം ഉള്ളിൽ നിന്നാകുന്നതും എഡിറ്റർ അടക്കമുള്ളവർ പ്രവർത്തന സജ്ജമായി. പിന്നെ അതിവേഗതയായിരുന്നു എല്ലാറ്റിനും. ന്യൂയോർക്ക് ടൈംസിന്റെ ആദ്യ കോപ്പി കയ്യിൽ കിട്ടിയതും നീരജ തമ്പി ആരോടും യാത്ര പോലും പറയാതെ തന്റെ ഫ്ളാറ്റിലേക്ക് പോന്നു. അവൾ ആ സമയം വല്ലാതെ പരീക്ഷീണയായിരുന്നു. ഫ്ളാറ്റിലെത്തിയതും തിടുക്കത്തിൽ വേഷം മാറി ഒന്ന് കുളിച്ചു. പിന്നെ വന്ന് കിടന്നു. പെട്ടെന്ന് തന്നെ മയങ്ങിപ്പോയി. ലാൻഡ് ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നത് കേട്ടാണ് നീരജ പിന്നെ ഉണരുന്നത്. അവൾ ഉറക്കം നഷ്ടപ്പെട്ട അസ്വസ്ഥതയോടെ ഫോണിനരികിലേക്ക് നടന്നു. ഇടയ്ക്ക് ചുവരിലെ ക്ലോക്കിൽ നോക്കിയപ്പോൾ സമയം 12 ആയിരിക്കുന്നു. 12 കഴിഞ്ഞ് 5 മിനിറ്റ്. നീരജ വലം കൈ നീട്ടി TV സ്റ്റാൻഡിനടിയിലെ തട്ടിൽ നിന്നും ഫോൺ എടുത്തു. മറുതലക്കിൽ സിറ്റി പോലീസ് കമ്മീഷണർ ജയപ്രകാശ് ഗുപ്തയായിരുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഞാൻ ഉടൻ എത്താം സാർ, ഫോട്ടോഗ്രാഫ്സും കൊണ്ട്. അയാൾ എന്തെങ്കിലും ചോദിക്കും മുമ്പ് നീരജ അങ്ങോട്ട് കയറി പറഞ്ഞു. നോ നീരജ, അക്കാര്യത്തിനല്ല തന്നെ വിളിച്ചത്. മറ്റൊരു ബാഡ് ന്യൂസ് അറിയിക്കാനാണ്. കമ്മീഷണറുടെ സ്വരം വല്ലാതെ താഴ്ന്നിരുന്നു. എന്താ സർ, എന്താ? നീരജയുടെ മുഖം ഉത്കണ്ഠയിലായി. കമ്മീഷണർ ജയപ്രകാശ് ഗുപ്ത മറുപടി പറഞ്ഞു. അത് കേട്ട് ജേർണലിസ്റ്റ് നീരജ തമ്പിയിൽ അതിശക്തമായ ഞെട്ടൽ ദൃശ്യമായി. അവളുടെ കയ്യിൽ നിന്നും റിസീവർ വഴുതി താഴേക്ക് ഊർന്നു വീണു. മോപ്പാസാങ് പെരേര വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ന്യൂയോർക്ക് ടൈംസിന്റെ പത്രാധിപർ മോപ്പാസാങ് പെരേര ടൈംസ് ഓഫീസ് വളപ്പിൽ വെച്ച് അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു. ഉച്ചയ്ക്ക് കൃത്യം 12 മണിക്ക് ഓഫീസിന് മുന്നിൽ ടൈംസ് ജേർണലിസ്റ്റ് സാഹിദിനോട് സംസാരിച്ചു നിൽക്കവേ പുറത്തുനിന്ന് മാരുതി ജിപ്സി വാഹനത്തിലെത്തിയ 4 അംഗ സംഘം പെരേരയുടെ നെഞ്ചിലേക്ക് നിർത്താതെ നിറയൊഴുക്കിയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പെരേര മരണമടഞ്ഞു. ഒപ്പമുണ്ടായിരുന്ന ജേർണലിസ്റ്റ് സാഹിദ് ആകട്ടെ വാഹനത്തിൽ നിന്നും മുഖംമൂടി ധരിച്ച അക്രമികൾ പിസ്റ്റളുമായി ചാടി ഇറങ്ങുന്നത് കണ്ടതേ ഭയചകിതനായി ഓഫീസിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. എങ്കിലും ഓഫീസിനുള്ളിലേക്ക് കടന്ന നിമിഷത്തിൽ സാഹിദിന്റെ വലതുകാൽ തുടയിൽ തകർത്ത് ചീറി വന്ന ഒരു ബുള്ളറ്റ്. നിലവിളിയും ബഹളവും കേട്ട സെക്യൂരിറ്റികൾ എവിടെ നിന്നൊക്കെയോ ഓടിപ്പാഞ്ഞെത്തിയപ്പോൾ മോപ്പാസാങ് പെരേര മരിച്ചു കഴിഞ്ഞിരുന്നു. ഒന്നിനു പിറകെ ഒന്നായി ഒരിറ്റ ലക്ഷ്യം തെറ്റാതെ 12 ബുള്ളറ്റുകളാണ് അദ്ദേഹത്തിന്റെ നെഞ്ചിൻകൂട്ടിലേക്ക് മരണത്തിന്റെ സീൽക്കാരവുമായി തുളച്ചു കയറിയത്. അക്രമികൾ വന്ന വാഹനത്തിൽ പുറത്തേക്ക് ചീറിപ്പാഞ്ഞുപോയി. സെക്യൂരിറ്റി സ്റ്റാഫുകൾ അവരുടെ വാഹനത്തിന്റെ നേർക്ക് വെടിയുതിർത്തെങ്കിലും അവ തികച്ചും നിഷ്ഫലമായി. ഉടൻ തന്നെ വെടിയേറ്റ് തുടയിൽ തകർന്ന് ബോധരഹിതനായ ജേർണലിസ്റ്റ് സാഹിദിനെ അടിയന്തര ശുശ്രൂഷയ്ക്കായി തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ബഹുവിധ വാർത്താ ചാനലുകളിൽ കൂടി അടിയന്തരമായി പ്രക്ഷേപണം ചെയ്യപ്പെട്ട ഈ നടുക്കുന്ന വാർത്ത
അമേരിക്കൻ ഭരണകൂടത്തിൽ പോലും ഞെട്ടലുണ്ടാക്കി. പ്രസിഡന്റ് അടക്കമുള്ള അത്യുന്നതർ വളരെ ദുഃഖത്തോടെ ഈ സംഭവത്തിൽ തങ്ങൾക്കുള്ള നടുക്കവും ഉത്കണ്ഠയും രേഖപ്പെടുത്തി. മാധ്യമങ്ങൾ മത്സര ബുദ്ധിയോടെ അത് അപ്പാടെ കവർ ചെയ്ത് ജനങ്ങളെ അപ്പപ്പോൾ അറിയിച്ചുകൊണ്ടിരുന്നു. പൊള്ളുന്ന കനത്ത ഉച്ചവെയിലിന്റെ കാഠിന്യത്തെ പോലും അവഗണിച്ച് വാഷിംഗ്ടൺ നഗരവീഥികളിലൂടെ നൂറുകണക്കിന് വാഹനങ്ങൾ സംഭവസ്ഥലമായ ടൈംസ് ഓഫീസിലേക്ക് നിരമുറിയാതെ ഒഴുകി. പോലീസ് വാഹനങ്ങൾ എങ്ങും സൈറൻ മുഴക്കി പാഞ്ഞു. ഫോണുകൾ ഇടതടവില്ലാതെ ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. നഗരത്തിലുടനീളം ദുഃഖസൂചകമായി കരിങ്കൊടികൾ ഉയർന്നു. അക്ഷരാർത്ഥത്തിൽ തലസ്ഥാന നഗരമായ വാഷിംഗ്ടണിനെ ഒന്നാകെ പിടിച്ചു കുലുക്കിയ ഒരു മഹാസംഭവമായി മാറി പത്രാധിപർ പെരേരയുടെ മരണം. സംഭവശേഷം മാത്രയ്ക്കുള്ളിൽ ടൈംസ് ഓഫീസും പരിസരവും ആയിരക്കണക്കിന് ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു. ക്രമാതീതമായ ആളുകളുടെ തിക്കും തിരക്കും മൂലം പോലീസിന് പ്രാഥമിക അന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുവാൻ വരെ വല്ലാതെ വിഷമിക്കേണ്ടതായി വന്നു. DGP, IG അടക്കമുള്ള ഉന്നത പോലീസ് സംഘവും മറ്റ് ഗവൺമെന്റ് അധികാരികളും ഡോഗ് സ്ക്വാഡ്, ഫോറൻസിക് സംഘം, സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള ഉദ്യോഗസ്ഥരും സ്ഥലത്ത് അതീവ ജാഗ്രതയിൽ തന്നെ ഉണ്ട്. നാനാതലങ്ങളിലുള്ള മറ്റ് VVIP പദവികളിലുള്ള ആളുകൾ വേറെ. നഗരത്തിലെ നിറഞ്ഞ തിരക്കിനൊടിയിലൂടെ ടൈംസിലേക്ക് കാർ ഓടിച്ചുകൊണ്ടിരിക്കവേ ഇടയ്ക്കിടെ നീരജ വിതുമ്പുന്നുണ്ടായിരുന്നു. പെരേരയുടെ മരണവാർത്ത സംബന്ധിച്ച് ഫോൺ സന്ദേശം ലഭിച്ചതും നീരജയ്ക്ക് സപ്തനാഡികളും തളർന്നു പോയിരുന്നു. സിറ്റിയിലേക്ക് ചാഞ്ഞിരിക്കുമ്പോൾ വല്ലാത്ത നടുക്കത്താൽ ഒരു മൈനർ അറ്റാക്ക് വന്നതുപോലെ അവൾ ആകെ വിയർത്തൊലിച്ചിരുന്നു. നീരജയ്ക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു ആ ദുരന്ത വാർത്ത. മേലുദ്യോഗസ്ഥൻ എന്നതിലുപരി നീരജയ്ക്ക് ഒരു നല്ല സുഹൃത്തും വഴികാട്ടിയുമായിരുന്നു കൊല്ലപ്പെട്ട പത്രാധിപർ മോപ്പാസിംഗ് പെരേര. പിശകുകളിൽ തിരുത്തുകൾ നൽകിയും ധൈര്യസമേതത്തിലുള്ള തന്റെ അന്വേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും എല്ലാറ്റിനും പ്രോത്സാഹനവും ഉത്തേജനവുമായിരുന്ന പ്രത്യേക വ്യക്തിത്വത്തിനുടമ. ഓഫീസിലെ ചില ഒഴിവുവേളകളിൽ ഒരച്ഛന്റെ സ്നേഹത്തോടെ പലതും പറഞ്ഞു കൊടുത്തിരുന്നു പെരേര നീരജയ്ക്ക്. വാത്സല്യവും സ്നേഹവും നൽകിയിരുന്നു അവൾക്ക്. ആ മനുഷ്യന്റെ പെട്ടെന്നുള്ള മരണം അതവളെ വല്ലാതെ ഉലച്ചു. എത്ര നേരം അങ്ങനെ സ്തംഭിച്ചിരുന്നുവെന്ന് ഓർമ്മയില്ല. ഘടികാരത്തിൽ 1 മണി അറിയിച്ച് ബെൽ മുഴങ്ങിയപ്പോൾ സ്ഥലകാല ബോധത്തോടെ ചാടി എണീറ്റു. വിയർത്തൊലിച്ച് ശരീരത്തോടൊട്ടിയ വസ്ത്രം ഹാളിൽ നിന്നുകൊണ്ട് തന്നെ പറിച്ചെറിഞ്ഞിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടി. 5 മിനിറ്റ് കൊണ്ട് ഡ്രസ്സ് മാറി ഫ്ലാറ്റ് പൂട്ടി ലിഫ്റ്റിൽ താഴെ ഇറങ്ങി. പിന്നെ കാറിന്റെ ആക്സിലേറ്റർ ഞെരിച്ചുകൊണ്ടുള്ള പറക്കൽ. നഗരമധ്യത്തിൽ എത്തിയപ്പോൾ മുതൽ കണ്ടു വല്ലാത്ത ട്രാഫിക് ജാം, എങ്ങും പോലീസ് വാഹനങ്ങളുടെ സൈറൺ പ്രകമ്പനം. എന്നിട്ടും എങ്ങനെയും അവൾ മുന്നിലെ മറ്റു വാഹനങ്ങളെ സമർത്ഥമായി ഓവർടേക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഒരു തരത്തിൽ ടൈംസിലെത്തുമ്പോൾ പെരേരയുടെ രക്തം പുരണ്ട നിശ്ചലമായ മൃതദേഹം ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയതിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലീസും ടൈം സ്റ്റാഫും ചേർന്ന് ആംബുലൻസിൽ കയറ്റുകയായിരുന്നു. ഓഫീസിനുള്ളിൽ കൊല്ലപ്പെട്ട പെരേരയുടെ പത്നിയും 2 പെൺകുട്ടികളുടെയും ദീനവിലാപം കേട്ടു നീരജ. അവൾ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. വല്ലാത്തൊരു അമർത്തിയ വിതുമ്പലോടെ ഓടിച്ചെന്ന് ആംബുലൻസിനുള്ളിൽ കയറി. പെരേരയുടെ സ്പന്ദനമറ്റ ദേഹം കണ്ട് നീരജ ഒരു കൊച്ചുകുട്ടിയെ കണക്കെ കരഞ്ഞു. നീരജ പ്ലീസ്. അകത്തേക്ക് കയറി വന്ന് സബ് എഡിറ്റർ ജോൺ മാത്യു അവളെ ചുമലിൽ സമാശ്വസിപ്പിക്കും പോലെ മെല്ലെ ഒന്ന് തട്ടി. നീരജ അറിഞ്ഞില്ല അത്. അവളുടെ നിറഞ്ഞ കണ്ണുകൾ മരണത്തിലും സുസ്മേരവദനായി കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട പത്രാധിപരുടെ രക്തത്തുള്ളികൾ വീണു ചിതറിയ വട്ടമുഖത്തായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ആംബുലൻസിന്റെ വാതിലുകൾ അടഞ്ഞു. സർ, സാഹിദിനെ പോലെ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാമായിരുന്നില്ലേ സർ? നീരജ ദുഃഖമടക്കാനാവാതെ വീണ്ടും കരഞ്ഞു. അവളുടെ നെഞ്ചു തകർന്ന വിലാപം കേട്ട് ജോൺ മാത്യുവിന്റെയും മിഴികൾ സജലങ്ങളായി. ആംബുലൻസ് സ്റ്റാർട്ടായി. പോലീസ് സംരക്ഷണത്തിൽ വാഷിംഗ്ടൺ പാർലമെന്ററി ഹോസ്പിറ്റലിലേക്ക് സൈറൺ മുഴക്കി പാഞ്ഞു. അന്ന് ഏതാണ്ട് 5 മണിയായപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വാഷിംഗ്ടൺ മുക്തിയാർ അലി റോഡിലുള്ള പെരേരയുടെ വസതിയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. പത്രധർമ്മങ്ങളുടെ യഥാർത്ഥ മഹത്വവും സത്യസന്ധതയും മരിക്കുവോളം കാത്തു സൂക്ഷിക്കുവാൻ ശ്രമിച്ച ആ മഹാനുഭാവന് അന്തിമോപചാരങ്ങൾ അർപ്പിക്കുവാൻ വാഷിംഗ്ടണിന്റെ നാനാതുറകളിൽ നിന്നുമുള്ള 10,000-കണക്കിന് ആളുകൾ തടിച്ചുകൂടി. ഏറ്റവും ഉന്നത പദവികൾ അലങ്കരിക്കുന്ന VVIPകൾ എത്തി. പെരേരയുടെ ഭാര്യ സുഷമ പെരേരയ്ക്ക് ഭർത്താവിന്റെ മൃതദേഹം നാട്ടിൽ കൊണ്ടുപോയി സംസ്കരിക്കുവാൻ താല്പര്യമുണ്ടായിരുന്നു. എങ്കിലും വാഷിംഗ്ടണിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റായ പെൺകുട്ടികൾ 2 ഈ അഭിപ്രായത്തെ ശക്തമായി എതിർത്തു. എത്ര തന്നെയായാലും
പപ്പയുടെ മൃതദേഹവുമായി ഇന്ത്യയിലേക്ക് മടങ്ങി ചെല്ലാനുള്ള മനക്കരുത്തില്ലെന്ന് അവർ തീർത്തു പറഞ്ഞു. ഒടുവിൽ ഇക്കാര്യത്തിൽ ടൈംസ് മാനേജിംഗ് എഡിറ്റർ ടൈറ്റസ് കൂടി ഇടപെട്ട് ജഡം വാഷിംഗ്ടൺ വൈദ്യുത ശ്മശാനത്തിൽ ദഹിപ്പിക്കുവാൻ തീരുമാനമായി. കൃത്യം 6 മണിയായപ്പോൾ മോപ്പാസംഗ് പെരേരയുടെ ജഡം പുഷ്പാലങ്കൃതമായ തുറന്ന വാഹനത്തിൽ ആയിരങ്ങളുടെ കണ്ണീർ തൂവുന്ന മൗന അകമ്പടിയോടെ വൈദ്യുത ശ്മശാനത്തിൽ എത്തിച്ചു. ജഡം വാഹനത്തിൽ നിന്ന് എടുക്കുവാൻ തുടങ്ങവെയാണ് തിങ്ങിക്കൂടി നിൽക്കുന്ന ആളുകൾക്കിടയിലൂടെ ഒരു വലിയ റീത്തുമായി അയാൾ സുഷമ പെരേരയ്ക്ക് മുന്നിലെത്തിയത്. ഇതുവരെയും ആൾക്കൂട്ടത്തിലെങ്ങും ആരും കാണാനിടയില്ലാത്ത ഒരു ആരോഗ്യ ദൃഢഗാത്രൻ. 45 മേലെ പ്രായമുള്ള അയാളുടെ ക്ലീൻ ഷേവ് ചെയ്ത കറുത്ത മുഖത്ത് വല്ലാത്തൊരു പൈശാചിക ഭാവം നീളിച്ചു നിന്നിരുന്നു. പ്ലീസ് മാഡം. അയാൾ ആ റീത്ത് സുഷമയ്ക്ക് നേരെ നീട്ടി. അവരത് സങ്കടത്തിൽ വാങ്ങി. പക്ഷെ അതിനു മുകളിൽ പതിച്ചിരുന്ന നീളമുള്ള വെളുത്ത കടലാസിലെ രക്തനിറമാർന്ന വാക്കുകൾ കണ്ടതും അവരുടെ മുഖത്ത് ചുളിവുകൾ വീണു. ഡേഞ്ചർ ഡെന്നിയുടെ സ്നേഹോപഹാരം. സുഷമ പെരേര അമ്പരപ്പിൽ തൊട്ടടുത്ത് നിന്ന പെൺകുട്ടികളെ നോക്കി. അവർക്കും ഒന്നും വ്യക്തമായില്ല. പൊടുന്നനവേ ഈ കാഴ്ച ഇതുവരെ ശ്രദ്ധയോടെ വീക്ഷിച്ചു നിന്നിരുന്ന രണ്ടുപേർ പാഞ്ഞു വന്ന് ഒരേ സമയം റീത്തിന്റെ 2 വശത്തും പിടിമുറുക്കി. കമ്മീഷണർ ജയപ്രകാശ് ഗുപ്തയും ജേർണലിസ്റ്റ് നീരജ തമ്പിയും. റീത്തിൽ കമ്മീഷണർ കൂടി പിടിച്ചതോടെ നീരജ പിടി അയച്ചു. റീത്ത് കമ്മീഷണറുടെ പക്കലായി. കമ്മീഷണർ നീരജയെ കൂടി കാണിച്ചുകൊണ്ട് അതിലെ പേപ്പർ തുണ്ടിലെ വാചകം വായിച്ചു. ഡേഞ്ചർ ഡെന്നിയുടെ സ്നേഹോപഹാരം. വായിച്ചു തീർന്ന നിമിഷം റീത്തിനുള്ളിൽ നിന്നും ഒരു പൊട്ടാസ് പൊട്ടുന്ന ശബ്ദം. കമ്മീഷണർ റീത്ത് ദൂരേക്ക് എറിഞ്ഞു. റീത്തിൽ നിന്നും മാത്രയ്ക്കുള്ളിൽ തീ പടർന്ന് അത് കത്തിച്ചാമ്പലായി. കമ്മീഷണർ അടക്കമുള്ളവർ ഞെട്ടിത്തരിച്ചു നിന്നു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും കാണാം. നന്ദി.